കഴിഞ്ഞ ദിവസേ വാപ്പി ഓട്ടം പോയി വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്നതാണ് കേട്ടോ. ഒരുപാട് നാളായിട്ട് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ഞങ്ങൾ കഴിക്കാത്ത ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മുമ്പിലേക്ക് വെച്ചപ്പോഴത്തേക്കും വേഗം തന്നെ അത് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അധികം ഒന്നും ടൈം തരാണ്ട് രാത്രി തന്നെ കട്ട് ചെയ്യിപ്പിച്ചു കേട്ടോ. രണ്ടുപേരും ഇങ്ങനെയൊക്കെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നു എന്ന് കണ്ടിട്ട് ആരും അത്ഭുതപ്പെടണ്ട കേട്ടോ. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കൊണ്ടുപോകുന്ന സമയത്ത്. രണ്ടുപേരും ഇടിയായിരുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് രാത്രി തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അത് കട്ട് ചെയ്യുമ്പോഴുള്ള അവരുടെ എക്സ്പ്രഷൻ കണ്ടില്ലേ? ഇതെന്താണ്, എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. ലാസ്റ്റ് താഴെ ഇരുന്ന ആളുകളെല്ലാം പൊക്കത്തേക്ക് കയറി കേട്ടോ. അങ്ങനെ ഇത് ഉമ്മച്ചി ഒരു പൂ പോലത്തെ രീതിയിലൊക്കെ കട്ട് ചെയ്യുന്നുണ്ടേ. സത്യത്തിൽ ഇതിൻ്റെ ടേസ്റ്റ് എന്താന്ന് പോലും അറിയാത്തത് കൊണ്ട് എല്ലാവർക്കും ഒരു ആകാംക്ഷയായിരുന്നു. ഇതെങ്ങനെയാണ്, എന്ത് ചെയ്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത്. അങ്ങനെ അതൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുവാണ്. അതിൻ്റെ കളറ് കണ്ടപ്പോഴത്തേക്കും തന്നെ മക്കളാകെ പെട്ടെന്ന് ഉള്ളത് പറയാൻ തുടങ്ങി കേട്ടോ. പിന്നെ അത് വേഗം തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുത്തു. ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു താമരേനെ പോലെ തോന്നി കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയാൻ വേണ്ടി ഓരോരോ പീസ് വീതം കൊടുക്കുവാണേ. അത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തതിനുള്ള എക്സ്പ്രഷനാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത്. അടിപൊളിയാണ്, ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓരോരോ പീസ് വീതം കഴിച്ചതിന് ശേഷം ഒന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടി പോവാണേ. സത്യത്തിൽ ജ്യൂസ് എന്നാണോ ഷേക്ക് എന്നാണോ പറയേണ്ടത് കറക്റ്റായിട്ട് അറിയത്തില്ല. പിന്നെ അതിൻ്റെ കളറൊക്കെ കൂടി കയ്യിൽ പറ്റിയപ്പോഴത്തേക്കും ശരിക്കും ബീട്രൂട്ടൊക്കെ അരിയുന്ന ആ ഒരു പരുവാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു തൊലി ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ച് കാണിച്ചതാണ് കേട്ടോ. നല്ല രസമില്ലേ, നല്ലൊരു പൂവിനെ പോലെ ഇല്ലേ. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും പാലും ഒക്കെ കൂടി ഒഴിച്ചിട്ട് അതൊന്ന് അടിച്ചെടുക്കുവാണ് കേട്ടോ. നമ്മുടെ റെയ്ഹായും ഫൈസും ആണെങ്കിൽ അതിൻ്റെ ആ പൂ പോലും വെറുതെ വിടുന്നില്ല. അതിനെപ്പോലും ഇങ്ങനെ ഞെക്കി അതിനകത്തുനിന്നും കൂടി വടിച്ച് നക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫായ്സിനും റെയ്ഹാക്കും ടേസ്റ്റ് നോക്കാൻ വേണ്ടി കൊടുത്തു കേട്ടോ. നല്ലതാണ്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. നിങ്ങളെല്ലാവരും ഡ്രാഗൺ ഫ്രൂട്ട് ട്രൈ ചെയ്തതാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എന്നൊക്കെ ഉള്ളതൊന്ന് കമൻ്റ് ആക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.